എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിവേപ്പിലയുടെ തൊട്ടടുത്ത് നമ്മുടെ നിസാറിക്ക് പാഷൻ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പന്തലൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ അത് പടർന്നു വരാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിയൊക്കെ സെറ്റപ്പ് ആക്കിയിരുന്നു. അത് നല്ല തഴച്ച് വളർന്നു വന്നിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ എൻ്റെ കറിവേപ്പില അങ്ങ് മുരടിച്ച് തുടങ്ങാൻ തുടങ്ങി. കാരണം അതിന് വേണ്ട വെയിലും കാറ്റും ഒന്നും കിട്ടാത്തതുപോലെ ഇത് അതിനെ കാർന്ന് തിന്നുന്നത് പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്ത് കേട്ടോ. ഓരോ പ്രാവശ്യം കറിവേപ്പില പറിക്കാൻ വരുമ്പോഴേക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഇന്നലെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒരു വിഷമമൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അതിനെയൊക്കെ അങ്ങ് വെട്ടി മാറ്റി. എനിക്കറിയാം അത് തെറ്റാണെന്ന്, പക്ഷെ എന്നാലും കറിവേപ്പിലേക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഈ പിച്ചി എല്ലാം അതിങ്ങനെ കാർന്ന് തിന്നുന്നത് പോലെ പടർന്നു പിടിച്ചിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അതിൻ്റെ വേരവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഞാൻ അങ്ങ് കട്ട് ചെയ്തപ്പോൾ ഇവിടെ എല്ലാം ചപ്പ് ചവറായി. അതിനൊക്കെ വാരിയെടുത്ത് പുരയിടത്തിലാണ് കൊണ്ടിട്ടത്, എന്നിട്ടാണ് ഇവിടെ തൂത്തത്. അപ്പോൾ ഇപ്പം കരിവേപ്പിലേക്ക് ഒരു ആശ്വാസം കിട്ടിയാണ് കൈ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു മുല്ലയുണ്ട്. അപ്പോൾ ആ മുല്ലയും ഈ ഉള്ള സ്ഥലത്താണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കരിവേപ്പില അത്യാവശ്യം കുഴപ്പമില്ലാതെ വളർന്നു വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. പിന്നെ എനിക്കറിയാം ഇതിൻ്റെ ഇടയിൽ കൂടി കരിവേപ്പില എന്തായാലും പിന്നെ വളരാൻ അതിനൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് അത് വെട്ടേണ്ടി വന്നത് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, മൂട് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കൊക്കെ വേണമെങ്കിൽ പുരയിടത്തിൽ കൊണ്ടുപോയി നടാമല്ലോ. എനിക്കാണെങ്കിൽ ഈ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണേ. നിങ്ങൾക്ക് പിച്ചിയാണോ ഇഷ്ടം, മുല്ലയാണോ? നമ്മുടെ ശനക്കുട്ടിയെ കണ്ട, ശനക്കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം അല്ലേ മോളെ? എപ്പോഴും നല്ല മൂടൊന്നും ആയിരിക്കത്തില്ല കേട്ടാ. നല്ല മൂടാണെങ്കിൽ കുറച്ചു നേരം ഇരിക്കത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന സമാധാനമല്ലേ, ഞാനെന്ത് പാടുപെട്ട് അത് വെച്ച് പിടിപ്പിച്ചതാണ്. എന്റെ 2 കറിവേപ്പില അതിനെ ചുറ്റിപ്പറ്റി പാഷൻ ഫ്രൂട്ട് വന്നപ്പോഴേക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടാ. അതുകൊണ്ട് ഞാന് അതിനങ്ങ് പറിച്ച് മാറ്റിയിട്ട് അതിന്റെ വേര് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉമ്മാക്ക് ദേഷ്യം വന്നിട്ട് എല്ലാടെ വലിച്ചു. കോവയ്ക്കയും ഒക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെ കുരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ പിച്ചിയും പ്രധാനമാണ്, എന്റെ ആ 2 കറിവേപ്പിലയും. അത് 2 ഞാൻ നട്ട് വളർത്തി. അനുസരിക്കാൻ അടുത്ത ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് പാഷൻ ഫ്രൂട്ട് ഇടാണ്ട കാര്യമല്ലോ ഉണ്ടാ. അതുകൊണ്ട് ഞാൻ അതിന്റെ വേര് തൊട്ടിട്ടില്ല. അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് വിട്ടത്. അതായിരുന്നു ഒരു പണി ഉണ്ടായിരുന്നു. പലരും ചോദിക്കുന്ന എന്തിനാ മോള് കരയുന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴേക്ക് നീ എന്നെ എനിക്ക് വായിച്ചു തന്നിട്ടില്ലേ എന്ന് പറയണത്. ഉമ്മ ഇല്ലേ, ഉമ്മയുടെ ഉമ്മക്ക് എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. അതെന്ത് ഇവിടെ എല്ലാവർക്കും എടുക്കാം, എല്ലാരും എടുത്ത് എല്ലാരും സമാധാനിപ്പിക്കുകയാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് സ്പെഷ്യൽ ഞാനാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റാ? മോമോസ് ആണ്. മോമോസ് ചിക്കൻ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കും കേട്ടാ. കാര്യം എന്താ പറയാ, ഇവള് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാല് ഇച്ചിരി സ്ലോ ആണ്. വേറെ കാര്യം ഞാനിങ്ങനെ പറയാം, ഇച്ചിരി സ്ലോ ആണ് ആളെന്ന്. അടുത്ത് എന്താ ഇത്ത അങ്ങനെ പറയണത്, എല്ലാവരും ഇത്തായെ പോലെ ഇരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ആയിട്ട് അല്ലല്ല സ്ലോ ഉള്ളത്. സ്വാമിക്ക് ഒരേ ഒരു ആഗ്രഹം ബാക്കിയുള്ളത് എന്താണ്? എന്താണ് നിങ്ങൾക്ക് പറയാൻ അറിയുന്നവര് ഇപ്പൊ കമന്റ് ചെയ്യട്ടാ. എന്റെ ഒരു ആഗ്രഹം ബാക്കി അല്ലല്ല, അടുത്ത വീഡിയോയിൽ തന്നെ ഞാനിപ്പൊ തന്നെ പറയാം. എന്റെ ഒരു ആഗ്രഹം സനമോള് പോയിട്ടുള്ള ഒരു കുക്കിംഗ് അല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? കുക്ക് ചെയ്യും, സനമോള് കുക്ക് ചെയ്യും, ഞാൻ കയ്യാളായിട്ട് നിൽക്കാം. അതുപോലെ എളുപ്പം പോടെ മോമോസ് ഉണ്ടാക്കി. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ വേണ്ടത് മൈദാമാവാണ്. മൈദാമാവിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഏകദേശം 1 ടേബിൾ സ്പൂൺ, മൈദാമാവിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2.5 കപ്പോളം മൈദാമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷമാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പം കംപ്ലീറ്റ് വെള്ളം ആദ്യമേ ഒഴിച്ചെടുക്കരുത്. അതായത് അത് കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു പരുവത്തിൽ വന്നാൽ മാത്രമേ മോമോസ് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് നേരം ഇതൊന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക കേട്ടെ. എന്നിട്ട് നമുക്ക് അടച്ച് ഇതൊന്ന് മാറ്റി വെക്കണം. ഇതിനിടയിൽ ചിക്കൻ ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്.
പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് സവാളയും വേണം, പച്ചമുളകും വേണം. അത് നമ്മളുടെ ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ ഈ ചോപ്പർ ഏതാണെന്നൊക്കെ ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. ഇത് അഗാറയുടെ ചോപ്പറാണ് കേട്ടോ. അപ്പം നല്ലതാണോ, ഇത്ത ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുത്ത ശേഷം മോള് അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇത് ചോപ്പ് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി ഇരിക്കുന്നത് ആ പച്ചമുളകും കൂടി ചേർത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ചോപ്പറൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കാനൊന്നും വേണ്ട, നിങ്ങൾ കൈകൊണ്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ബാച്ചിൽ ഇതുപോലെ കുറച്ചധികം മല്ലിയില ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയിലയും ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തില്ലെങ്കിൽ നമ്മൾ വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിലിട്ട് ഒന്ന് കറക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അത് നമ്മളെ ആദ്യത്തെ ബാച്ചിൻ്റെ കൂട്ടത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പരുവമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചോപ്പറിലിട്ട് ഇതും കൂടി ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചെടുക്കണ്ട, അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാലോ, ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ക്രഷ് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോപ്പർ ഇല്ലെങ്കിൽ നമ്മളുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറില്ലേ, ആ പൊടിക്കുന്ന ജാറിലിട്ട് കറക്കി എടുത്താലും മതിയാവും കേട്ടോ. ഓവറായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതൊരു പേസ്റ്റ് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ട, ഈ ഒരു രീതിയിൽ കറക്കി എടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് കറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ, എങ്കിൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറിപ്പോകും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടും പിന്നെ അതുപോലെ തന്നെ ഈ സവാളയുടെ മിക്സില്ലേ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വഴറ്റിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഇതിപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഒന്ന് പുറത്തു വേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാണ്. അപ്പം നമുക്ക് 1-2 അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിസാറിക്ക് പറഞ്ഞ് എളുപ്പം ഇറങ്ങാൻ പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു മോളെ എങ്കിൽ പിന്നെ അത് അടച്ച് മാറ്റി വെക്കുക, വൈകുന്നേരം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി വെച്ച ശേഷമാണ് പിന്നെ മോള് റെഡിയാവാൻ പോയി. പിന്നെ ഇപ്പം റെഡിയാവുകയെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെയൊക്കെ ഒരുക്കി ഇറക്കണ്ടേ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി വന്ന്, കാരണം 1-2 അത്യാവശ്യ കാര്യങ്ങളായത് കാരണം ഈ ഓഫീസൊക്കെ അടയ്ക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ലഞ്ച് ബ്രേക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ, ഓരോ കാര്യങ്ങൾ പല സ്ഥലത്ത് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും സനമോൾക്ക് എന്താ ഇത്താ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാത്തത്, ഷൂസ് ഇട്ട് കൊടുക്കാത്തതെന്നൊക്കെ. നല്ല ചൂടല്ലേ, അപ്പോൾ ആ കുഞ്ഞിനെ എന്തിനു നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പോൾ സൽമാൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയമ്മ, അവിടെ വെജിറ്റേറിയൻ ഊണാണ് കിട്ടണമെന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണ് കേട്ടോ. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇപ്പം നമ്മൾ അവിടെ വന്നതാണ്. അപ്പോൾ ഈ അടുത്തങ്ങാണ്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ വന്നപ്പം അവരിതാ ഒരുപാട് കറികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം. ആദ്യം നമ്മൾ അവിടെ ടോക്കൺ എടുത്തിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങളവിടെ നിന്നപ്പോൾ പിന്നെ അവരാണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ എടുത്തിട്ടാണ് വരാനുള്ളതെന്ന്. അപ്പോൾ കറികളൊക്കെ ഞാൻ ഇങ്ങനെ തൊട്ട് ടേസ്റ്റ് നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴും നമ്മളുടെ തിരുവനന്തപുരത്തുള്ളൊരു സംഗതിയെ ഇതാണ് കേട്ടോ, നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ വളരെ കമ്മിന്ന് തന്നെ പറയാം. അപ്പം ഊണൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കൊണ്ട് നല്ല ചൂടും വെയിലും കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഈ വെയിൽ കണ്ട് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ, നിപ്പിന് മഴയും പെയ്യും. അപ്പോൾ സെക്യൂരിറ്റി തന്നെ വന്ന് കോടയായിട്ട് കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോഴേക്ക് പുള്ളിക്കാരൻ തന്നെ നമ്മളെ കാറിൻ്റെ അങ്ങോട്ടേക്ക് ആക്കി തന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇനിയിപ്പം ഈ പറഞ്ഞ മാതിരി നേരെ വീട്ടിലേക്ക് വേണം പോകാൻ, കാരണം ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊണ്ട് നമ്മൾ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമയത്ത് പുറത്തിറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, നിപ്പിലാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് മാറണേ. ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് വന്നപ്പോൾ ക്ലൈമറ്റ് മാറി മഴ തുടങ്ങി കേട്ടോ. ഈ മഴ ഉണ്ടാകുന്ന ടൈമാണ്
അന്നത്തെ ദിവസം ഭയങ്കര ചൂട് വരുന്നത് കേട്ടോ. അത്യാവശ്യം തെറ്റില്ലാത്ത മഴയുണ്ടാ ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെയൊക്കെ മഴയുണ്ടെന്ന് പറയുമ്പോഴേക്ക് പലരും ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ അവിടെ മഴയുണ്ടോ, ഞങ്ങളുടെ നാട്ടിലൊന്നും മഴയില്ല എന്നൊക്കെ. അപ്പൊ അതാ മഴ കാണാനായിട്ട് നമ്മുടെ സനമോളും സനമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഊഞ്ഞാലിൽ കൊണ്ടുവന്നിരുത്തിയിരുന്നു കേട്ടാ. അപ്പൊ അവൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മോക്ക് നല്ല മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ മോള് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ കറക്റ്റ് ടൈം, നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല ചായയുടെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ദാ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ പരത്തിയെടുക്കും. മാക്സിമം അതായത് കനം കുറച്ച് പരത്തിയെടുക്കാൻ നോക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയ ശേഷം ഇനിയിപ്പം ഇതിനൊരു ഷേപ്പ് കിട്ടണ്ടേ. അപ്പോൾ ദാ ഒരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള മൊമോസാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ മോൾഡ് ഉണ്ടായിരുന്നു. അപ്പം മോള് പറഞ്ഞാൽ മോൾഡിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ തിരിക്കൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച ശേഷം ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്തെടുക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു മോൾഡ് എന്ന് പറയുന്നത്. അപ്പം മോമോസ് പല രീതിയിലുണ്ടാക്കാം. ഇനിയിപ്പോൾ എടുക്കുന്ന ഈ ഒരു സൈസിൽ, ഈ ഒരു ഷേപ്പിലുണ്ടാക്കാം, അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം, കിഴി പോലെ ഉണ്ടാക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതുപോലെ തന്നെ ഉണ്ടാക്കാവൂന്നൊന്നുമില്ല. പല ഷേപ്പിൽ ഇപ്പോൾ മോമോസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നല്ല ഫ്രില്ല് വെച്ചത് മാതിരി, അത് ആ ഒരു മോൾഡിൻ്റെ ആ ഒരു സവിശേഷത കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പം എളുപ്പമല്ലേ നമുക്ക്. ഈ ഒരു മിക്സിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും, ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ മാവ് കുഴച്ചൊന്ന് അരമണിക്കൂർ വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ വേണം നമ്മളൊന്ന് പരത്തിയിട്ട് ഈ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ മാവ്. ഇതുപോലെ ഫില്ലിങ് വെക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഫില്ലിങ് വെക്കുമ്പോഴേക്കും ഒരുപാട് ദാരിദ്ര്യം കാണിച്ചു കളയരുത് കേട്ടോ. പിശുക്ക് കാണിച്ചു കളയരുത്, ദാരിദ്ര്യമല്ല പിശുക്ക് കാണിച്ചു കളയരുത്. കാരണം നമുക്ക് കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പം നല്ല രസമല്ലേ കാണാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ മോളാണ് ഉണ്ടാക്കിയിരിക്കണത്, അവൾക്ക് ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോമോസിന് പ്രത്യേകിച്ച് അങ്ങനെ എരിവൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തക്കാളിയും വറ്റൽമുളകുണ്ടല്ലോ അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 6-7 വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തതും ഒരു ചെറിയ ഇഞ്ചിയാണേ, രണ്ടും കൂടി ഒരുമിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്. ഇഞ്ചി വളരെ കുറച്ച് മതി കേട്ടോ. അത് ഈ എണ്ണയിലൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. വഴറ്റി കൊടുത്ത ശേഷം ആ തക്കാളിയും വറ്റൽമുളകും തണുത്ത ശേഷം അരച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കും. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വളരെ, അതായത് എടുക്കുന്നതിൽ നിന്ന് കുറച്ചേ ഇട്ട് കൊടുക്കാവൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സോയാ സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തേ ഉപ്പ് ചേർക്കാവൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇട്ടിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കും. പിന്നെ നമ്മൾ വേവിച്ച വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ. അതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, തക്കാളിയും വറ്റൽമുളകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരണം. ഇത് മുക്കി കഴിക്കാൻ ഡിപ്പ് ചെയ്യാനുള്ളതല്ലേ. അപ്പം സോസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് മോമോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് സ്റ്റീമർ വെച്ചു. അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുകളിലത്തെ തട്ടിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉള്ളത് ഇതുപോലെ വെച്ച് അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണേ. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പാർട്ട് മറന്നു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും, ഉറപ്പായിട്ട് ഡ്രൈ ആയി പോകും. എന്നിട്ട് ഇനിയിപ്പം അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് മോളുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മോൾക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.